പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പറയുമെങ്കിലും അതിൽ പതിരുണ്ടെന്നും അതിലുള്ളത്തിലുള്ളതായൊരുള്ളതുണ്ടെന്നും ആർക്കും അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ പഴമക്കാരുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കിയ ആ പഴഞ്ചൊല്ലുകൾ ഇന്ന് കേരളത്തിൻ്റെ മിത്താണെന്നിരിക്കെ, പാണ്ടിമണിയൻ ചത്താലും വിന ജീവിച്ചാലും വിന എന്ന പഴഞ്ചൊല്ലുണ്ടാക്കിയവർ നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കണ്ണൂരിൽ പിണറായി എന്നൊരു സ്ഥലമുണ്ടെന്നും അവിടെ കള്ളുചെത്തുകാരൻ കോരന് വിജയൻ എന്നൊരു മകൻ ജനിക്കുമെന്നും ആ മകൻ പിൽക്കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളീയരെ ദുരിതത്തിലേക്കും നയിക്കുന്ന ഒരു പാണ്ടിമണിയനായി ചത്താലും വിന ജീവിച്ചാലും വിന എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുമെന്ന് ഈ പഴഞ്ചൊല്ലുണ്ടാക്കിയവർ സ്വപ്നം കണ്ടിരുന്നുവോ എന്നാണ് എൻ്റെ സംശയം. കാര്യങ്ങൾ വിജയനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് പഴയ കാലങ്ങളൊന്നും ഓർമ്മിപ്പിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കളിയാക്കിയതുപോലെ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എല്ലാത്തിൻ്റെയും പേറ്റൻ്റ് അടിച്ചെടുക്കാൻ പോയതാണ് അദ്ദേഹത്തിനും കേരളത്തിനും പറ്റിയ വിനയും ദുരന്തവുമായി തീർന്നത്. നമുക്കറിയാം, അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ ദേശീയ പാതയുടെ പേറ്റൻ്റ് അടിച്ചെടുക്കാൻ പോയി അതിനെ അങ്ങ് മുച്ചൂട് മുടിപ്പിച്ച് കുളവാക്കി തന്നു. നമുക്കറിയാം, കേരളത്തിൽ ഇനി ലോകത്തെവിടെ നിന്ന് ഏത് കമ്പനി വന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തിയാലും ഇവിടെ സഖാക്കൾക്ക് കൈക്കൂലിയും കമ്മീഷനും നടത്തക്കൂലിയും നോക്കൂലിയും വാക്കുകൂലിയും ഒക്കെ കൊടുത്തതിന് ശേഷം നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ചെലവഴിക്കാനായിട്ട് ഏതാണ്ട് ഒരു 50-55-60% രൂപയൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ കോൺട്രാക്ടർമാർ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോലെ മണലിന് പകരം ചെമ്മണ്ണും സിമൻറ്റിന് പകരം കുമ്മായമൊക്കെ കൂട്ടിക്കലർത്തി അവരുടെ പരിപാടി കാഴ്ചവെച്ച് ഉദ്ഘാടനം കഴിയുന്നത് മുതൽ നമ്മുടെ റോഡുകളെല്ലാം ഇടിഞ്ഞു തുടങ്ങുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരൈശ്വര്യം. ഇതാണ് പിണറായി വിജയനും സഖാക്കളും ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വ്യവസ്ഥിതി. അങ്ങനെ 60% പോലും ലഭിക്കാതെ ഈ കഴിഞ്ഞു പോകുന്ന കേരളത്തെ നശിപ്പിച്ചതുപോലെ തന്നെ പിന്നീട് ഇദ്ദേഹം ചെയ്തത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേറ്റൻ്റ് അടിച്ചെടുക്കലായിരുന്നു. അത് അതിൻ്റെ ജനയിതാവായ ഉമ്മൻചാണ്ടിയോ കോൺഗ്രസ്സുകാരെയോ ഉമ്മൻചാണ്ടിയുടെ മകനെ പോലും ആ പരിസരത്തൊന്നും അടുപ്പിക്കാതെ അതിൻ്റെ പേറ്റൻ്റ് അടിച്ചെടുത്ത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു കപ്പലപകടമുണ്ടായി. ആ കപ്പലപകടത്തിൽ വിഷവസ്തുക്കളും ദ്രാവകങ്ങളും ഒക്കെ പ്രവഹിച്ച് ഉടനെ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്ത്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ആരും കടലിൽ പോകരുതെന്ന് അവർക്ക് 1000 രൂപ വീതം ഒരു ദുരന്ത സഹായവും പ്രഖ്യാപിച്ചു. അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. കിട്ടിയാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഈ കേരളത്തിൻ്റെ കടൽ തീരം മുഴുവൻ കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടി. കൊച്ചിയിൽ അപകടമുണ്ടായതിന് കൊല്ലത്താണ് അതിൻ്റെ കണ്ടെയ്നറുകളെല്ലാം അടിഞ്ഞുകൂടി തുടങ്ങിയത്. അതിൻ്റെ നഷ്ടപരിഹാരം മേടിക്കുന്നതിന് ഒരു കേസ് കൊടുത്ത് അത് അന്താരാഷ്ട്ര കോടതിയിൽ പോയി നഷ്ടപരിഹാരം കിട്ടി വരുമ്പോഴത്തേക്ക് കാലങ്ങൾ കഴിഞ്ഞു പോകുന്ന തൻ്റെ ഭരണകാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ നഷ്ടപരിഹാരം മേടിച്ചെടുത്ത് അതുകൂടെ വെട്ടിവിഴുങ്ങണമെന്ന വെപ്രാളം കാരണം യാതൊരു വിധ കേസുമില്ല, നിങ്ങൾ എന്തെങ്കിലും നക്കാപ്പിച്ച നഷ്ടപരിഹാരം തന്നാൽ മതിയെന്ന് പറഞ്ഞ് ആ കേസ് അങ്ങ് ഒതുക്കി തീർത്ത് അതിൻ്റെ നഷ്ടപരിഹാരം മേടിച്ച് സമ്പാദിക്കാൻ കാത്തിരുന്ന സഖാക്കളും പിണറായി വിജയനും ഇരുട്ടടി പോലെയാണ് അടുത്ത 2ാമത്തെ ദുരന്തമുണ്ടായത്. ഈ ദുരന്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാവുന്ന നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സൈനൈഡ്, മീഥൈൽ ആൽക്കഹോൾ, മെത്തനോൾ തുടങ്ങിയ അത്യന്തം മാരകമായ വിഷവസ്തുക്കളാണ് കടലിൽ കലർന്ന് നമ്മുടെ ജീവിത വ്യവസ്ഥയെ നശിപ്പിക്കാനിരിക്കുന്നത്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ശുദ്ധവായുവിൻ്റെ ഏതാണ്ട് 60-70% കടലിൽ നിന്ന് ലഭിക്കുന്നതാണ്.
ആ കടൽ നശിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, ഈ അപകടത്തിൽ ദുരൂഹത വല്ലതും ഉണ്ടോ, കേരളത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ചെയ്യുന്നോ, അങ്ങനെ ഒരു അന്വേഷണം നടത്തണോ? കാരണം ഇവിടെ യാതൊരു നഷ്ടപരിഹാരവും കൊടുക്കാൻ നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുത്ത് രക്ഷപ്പെടാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കപ്പൽ കമ്പനിക്കാരൊക്കെ കണ്ടം ചെയ്ത് കളയേണ്ട കാലപരിധി കഴിയുന്ന വരുന്ന കപ്പലുകളൊക്കെ കേരളത്തിൽ കൊണ്ട് മുക്കി അവർക്ക് ഒരു നക്കാപ്പിച്ച നഷ്ടപരിഹാരം കൊടുത്ത് വൻതുക കോടികൾ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അടിച്ചെടുക്കാമെന്നുള്ള ദുരാഗ്രഹം കൊണ്ട് ദുരൂഹതയൊക്കെ ഇവിടെ ഇങ്ങനെ സ്ഥിരമായി അപകടം നടത്താനുള്ള പദ്ധതിക്ക്, അങ്ങനൊരു പദ്ധതിക്ക് പിണറായി വിജയൻ വഴി തെളിച്ചു കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് എവിടെയെല്ലാം തുറമുഖങ്ങളുണ്ട്, അവിടെയെല്ലാം പോകുന്ന കപ്പലുകൾക്ക് ഇങ്ങനെ തീപിടിച്ചോ മുങ്ങലും അപകടവും നിത്യസംഭവങ്ങളായി മാറുമോ? പക്ഷേ നമ്മുടെ കേരളത്തിലത് മാറും. അതിൻ്റെ കാരണം സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്, പിണറായി വിജയനും കേരളത്തിനും ദുരന്തമായി ഭവിച്ചിരിക്കുന്നത് ഈ മരുമോൻ മന്ത്രിയാണെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇദ്ദേഹത്തെ മരുമോനാക്കി കഴിഞ്ഞതിന് ശേഷം മരുമക്കത്തായ സമ്പ്രദായം പോലെ, രാജകീയ ഭരണം പോലെ അധികാരം കൈമാറ്റം മരുമോനിലേക്കാകണമെന്ന നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ നീങ്ങിയതിൻ്റെ ഫലമായിട്ടാണ്, ഈ അധികാരം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കുരുട്ട് ബുദ്ധി, കുതന്ത്ര ബുദ്ധി പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതായത് വഴിയിലിരിക്കുന്ന വയ്യ വെച്ച് വേലയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് ചീലയെ വെച്ചെന്ന് പറഞ്ഞതുപോലെ വഴിയെ പോയ ഒരു ഗുണ്ടയെ പിടിച്ച്, ഡിവൈഎഫ്ഐയുടെ ഗുണ്ടയായി തീർന്നവനെ എടുത്ത് മരുമോനാക്കി വെച്ച് മരുമോനെ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ മന്ത്രിയാക്കി കഴിഞ്ഞ് ഇനി മുഖ്യമന്ത്രിയാക്കിക്കാനുള്ള തന്ത്രപ്പാടിനിടയിൽ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങളൊക്കെ കേരളീയ ജീവിതത്തിന് ദുരന്തമായി തന്നെ ഭവിച്ചിരിക്കുകയാണ്. കാരണം ഇനി വരും തലമുറകൾ മുഴുവൻ ഈ വിഷവായു ശ്വസിച്ചും വിഷം മത്സ്യം കഴിച്ചും നിത്യരോഗികളായി തീർന്ന ആശുപത്രിക്കാർക്ക് പണമുണ്ടാക്കാൻ മാത്രമായി ചത്തൊടുങ്ങുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ച് എടുത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാണ്ടിമണിയൻ ചത്താലും വിന ജീവിച്ചാലും വിന. അത് ശരിയോ തെറ്റോ എന്നത് നിങ്ങൾ വിലയിരുത്തുക. അത് ശരിയായാലും തെറ്റായാലും എന്നെ തെറി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഞാൻ സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം പറയുന്നതൊരു കുറ്റമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. ഓക്കെ, ഗുഡ് ബൈ.